അല്ലടാ നമുക്കങ്ങനെ പോയാൽ മതിയോ? നമ്മളിപ്പോൾ ഇത് കളിക്കാൻ തുടങ്ങിയിട്ട് 185 ദിവസമായി. ഇപ്പോഴും നമ്മൾ കോപ്പർ ആർമർ ഇട്ടിട്ട് നടക്കണത്. ബൈ ദ ബൈ നമ്മൾ അയൺ ആർമറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നെതറിൽ പോയപ്പോൾ ഒക്കെ ഫുള്ള് പോയി. ഇപ്പോൾ ഈ കോപ്പർ ആർമർ പാൻറ്റില്ലാത്ത കോപ്പർ ആർമർ ഇട്ടാണ് നടക്കണത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡയമണ്ട് ആർമർ ഒപ്പിക്കണം. വിത്ത് പ്രൊട്ടക്ഷൻ ഫോർ അൺബ്രേക്കിംഗ് 3 മെൻഡിങ്. ഇത്ര എൻജോയ്മെൻറ്റ്സ് ഉള്ളൊരു ഫുൾ സെറ്റ് ആർമർ ഒപ്പിക്കണം. പിന്നെ ഫുൾ സെറ്റ് ടൂൾസും വേണം. അപ്പോൾ ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ഗദറിച്ചിട്ടുണ്ട്. അതിതായി ബാരലിൽ ഇരിക്കുന്നുണ്ട്. കണ്ട 2 ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറും ടൂൾസും ഉണ്ട്. 2 വെച്ചാൽ ഗെയിമർ തേഴ്സി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂട്ടാണ് ഇതുള്ളത്. അപ്പോൾ എല്ലാത്തിലും പ്രൊട്ടക്ഷനും അൺബ്രേക്കിങ്ങും എല്ലാത്തിലും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബൂട്ടിൽ നമ്മൾ ഫെദർ ഫാളിങ് ആഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച്. പിന്നെ ഒരു ഫുൾ സെറ്റിന് മാത്രമേ ആഡ് ചെയ്യാത്തുള്ളൂ. മറ്റേ ഫുൾ സെറ്റിൽ നമ്മൾ ഫെദർ ഫാളിങ് ആഡ് ചെയ്തിരിക്കുന്നത്, മറ്റേൽ ആഡ് ചെയ്യണം. അതിന് 11 ലെവൽ വേണം. ഇപ്പോൾ ഇതിൻ്റെ 9 ലെവലുള്ളൂ. പിന്നെ ഈ വേൾഡിൽ വന്ന പ്രോഗ്രസ് എന്ന് വെച്ചാൽ നമ്മളൊരു സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സൂപ്പർ സ്മെൽറ്റർ. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടി ഒന്നും ബിൽഡ് ചെയ്തിട്ടില്ല. ഞാൻ ഈ രണ്ടാമത് ഇതൊക്കെ റീബിൽഡ് ചെയ്യും നമ്മൾ ബേസ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടി ഉണ്ടാക്കുള്ളൂ. ഇപ്പോൾ തൽക്കാലം ആണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ആർഡ് സ്റ്റോൺ സംഭവമൊക്കെ ഇപ്പോൾ വെളിയിൽ കാണുന്നുണ്ട്. പിന്നെ ഇതാ ഇത്രയും ഫുഡ് നമ്മളെത്തുന്നുണ്ട്. ഇത്രയും സ്റ്റീക്ക് എവിടെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് എക്സ്പ്ലോറിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു മഷ്റൂം ഐലൻഡ് കിട്ടി. അപ്പോൾ അവിടുത്തെ കൗവിനൊക്കെ കൊന്നപ്പോൾ നമുക്കൊരു കുറച്ച് നേരം നിന്നിട്ടുണ്ടെങ്കിൽ കുറേ സ്റ്റീക്കല്ല റോ ബീഫ് കിട്ടും. അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടാണ് സ്മെൽറ്റ് ചെയ്യാടും. അപ്പോൾ മഷ്റൂം ഐലൻഡിലേക്ക് പോകാനൊരു എയർപോർട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു പാത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളന്ന് ഫസ്റ്റ് എപ്പിസോഡ് കയറിയപ്പോൾ നെതർ പോർട്ടില്ല ഇപ്പോൾ ഉള്ളത്. അവിടുത്തെ ക്രീപ്പർ പൊട്ടിയടിച്ചിട്ട് ഇപ്പോൾ സോൾ സാൻഡ് വയലിലാണ് ഇപ്പോൾ നമ്മളൊരു നെതർ പോർട്ടിൽ ഇരിക്കുന്നത്. അവിടെ സ്കെൽറ്റൻസ് ഒക്കെ ഉള്ള കാരണം ആണ്ട് നെതർ പോർട്ടിൻ്റെ അവിടെ നിന്ന് പുറത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ മൂടി സേഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പാത്തും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ പാത്ത് പോണത് ഇപ്പോൾ നമ്മളെ മഷ്റൂം ഐലൻഡിലേക്കാണ്. ഈ പോർട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മഷ്റൂം ഐലൻഡിലേക്ക് എത്തും. ഓക്കെ, നമ്മളിവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ കൗസിനെ കൊന്നുണ്ടെങ്കിൽ കുറേ റോ ബീഫ് കിട്ടും. ഈ ടോർച്ച് തന്നെ പൊട്ടിച്ചെടുക്കാം. ഇതെന്താ ഇവിടെ ഇരിക്കണമെന്ന് ഒക്കെ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇത് വേറെ സംഭവം കൊണ്ട് ഇതിലൊക്കെ ഉണ്ട്. ഒക്കെ സമയം ഞാൻ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഇവിടുത്തെ ഈ മഷ്റൂംസിനെ കൊന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് കൊന്നാൽ മതി. ഈ മഷ്റൂം ഐലൻഡ് എന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഈ ഐലൻഡ് എന്ന് പറയണത് ഈ കൗവില്ലേ, ഈ കൗവിന് ഇവിടെ പറയുക മഷ്റൂം എന്നാണ്. അപ്പോൾ ഇവിടെ ഈ കവ് മാത്രമേ സ്പോൺ ആവുള്ളൂ. അപ്പോൾ ഈ മൈൻക്രാഫ്റ്റിൽ ഒരു മോബ് ക്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ക്യാപ്പ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒന്നും സ്പോൺ ആവില്ല. പിന്നെ അവിടെ ഉള്ളവരൊക്കെ ക്ലിയർ ചെയ്താലേ പിന്നെ അടുത്ത സ്പോൺ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഈ മഷ്റൂംസ് മാത്രം സ്പോൺ ആവാൻ കാരണം ഇവർ ഇങ്ങനെ സ്പോണായി കുറേ നിൽക്കും. അപ്പോൾ ഇവിടുത്തെ മോബ് ക്യാപ്പാണ്ട് ഫുള്ളാവും. പിന്നെ ഇവിടെ വേറെ ഒന്നും സ്പോൺ ആവില്ല. രാത്രിയായിട്ട് ക്രീപ്പറും സ്കെൽറ്റൻസും ഒന്നും ഇവിടെ സ്പോൺ ആവില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഇത്. ഇവിടെ ഇത് മാത്രം സ്പോൺ ആവണം പറഞ്ഞാൽ കുറച്ച് നേരം നിന്നാൽ മതി. ഇവന്മാരിങ്ങനെ കുറേ സ്പോൺ ആകുമ്പോൾ നമുക്ക് കുറേ റോ ബീഫ് കിട്ടും. ഒരു അരമണിക്കൂർ നിന്നപ്പോൾ തന്നെ എനിക്കൊരു 4 സ്റ്റേക്കോളം റോ ബീഫ് കിട്ടി. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ സൂപ്പർ സ്മെൽറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ മഷ്റൂം അതിൻ്റെ നടുക്ക തന്നെ ഒരു ലഷ് കേവ് ഉണ്ട്. ഇതാ മരം കണ്ടില്ലേ? അപ്പോൾ ഞാനൊക്കെ അവിടെ പോയിട്ട് ലൂട്ടൊക്കെ ഇത് എടുത്തിട്ടിരിക്കണ്. പിന്നെ ഇനി എന്താണെന്ന് വെച്ചാൽ ഈ ടോർച്ച് എന്താണെന്ന് വെച്ചാൽ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് വഴി വീട്ടിലേക്ക് എത്തേണ്ടതാണല്ലോ. ഒരു മിനിറ്റ്, അതായില്ല, ഒന്നുകൂടി നോക്കി നോക്കുക. അതുമായില്ല. അയ്യോ, എന്തെങ്കിലും കൊള്ളായോ? സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേസിൻ്റെ അവിടെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ചങ്ക് ലോഡർ എന്ന് പറഞ്ഞിട്ട്. ഒരു പേൾ ലോഡർ എന്ന് പറഞ്ഞിട്ട് മോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലല്ല ഉണ്ടാക്കണം. എന്നിട്ട് അതിൽ നമ്മൾ എൻ്റർപേൾ ഇട്ട് വെക്കണം. എന്നിട്ട് ഈ 2 ടോർച്ച് നമ്മൾ തറയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ടെലിപ്പോർട്ട് ആവാനുള്ളതാണ്. പക്ഷെ എന്തോ കാരണത്താൽ നമ്മളിപ്പോൾ ടെലിപ്പോർട്ട് ആയില്ല. ഇവന്മാരും തീർക്കട്ടെ. ഓക്കെ, തീർത്തുണ്ട്. ഇനി എന്താ പ്രശ്നം എന്ന് ഞാൻ അവിടെ ബേസ് വരെ പോയി നോക്കട്ടെ. എന്താ എനിക്ക് മനസ്സിലായി. നമ്മൾ ഈ എൻ്റർപേളിങ്ങനെ ഇട്ടുണ്ടെങ്കിലേ മൈൻക്രാഫ്റ്റ് ബാക്ക് അടിച്ചിട്ട്, അതായത് മൈൻക്രാഫ്റ്റ് റീലോഡ് ചെയ്ത് കയറിയിട്ടുണ്ടെങ്കിൽ
ഇത് എൻഡർപേൾ ഡീസ്പോൺ ആവും എന്നാണ് തോന്നുന്നത്. അതായിരിക്കും കാരണം. ഞാൻ എൻഡർപേൾ ഇട്ടതിന് ശേഷം മൈൻക്രാഫ്റ്റിൽ നിന്ന് ബാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈൻക്രാഫ്റ്റ് റീലോഡായ കാരണം എൻഡർപേൾ പോയി ഉണ്ടാവാനായിരിക്കും സാധ്യത. അതായിരിക്കും ഞാൻ തിരിച്ച് ടെലിപ്പോർട്ട് ആവാനുണ്ടായിരുന്നത്. ഇത് ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. ഇവിടെ എന്താ പ്രശ്നം എന്ന് നോക്കട്ടെ. എൻഡർപേൾ ഇല്ലാണ്ടിരിക്കാനായിരിക്കും സാധ്യത. എൻഡർപേളിലേക്ക് തോന്നി. ഗെയിം റീലോഡ് ചെയ്ത കാരണം എൻഡർപേൾ ഡീസ്പോൺ ആയി ഉണ്ടാവും. ആവശ്യമുള്ളവർ വേണ്ടി നോക്കി ഉണ്ടാക്കിക്കോ. ഇത് വർക്കിംഗ് ഒക്കെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നെതറിലും ഇത് ഓവർവേൾഡിൽ മാത്രമേ വർക്കാവുള്ളൂ. നെതറിൽ വർക്കാവില്ല. എൻ്റെ വർക്കാവും ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അത് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഈ എൻഡർപേൾ കൊണ്ടിട്ട് അതിലാദ്യം ഇടണം. ഇതെങ്ങനെ ഇടണമെന്ന് വെച്ചാൽ ഇരിക്കണ ഫെൻസ് ഉണ്ടാ ആദ്യം നമുക്ക് നല്ല ഇങ്ങനെ ഉന്തി നിൽക്കണം. ക്രൗച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ നല്ല ഉന്തി നിൽക്കണം. മാക്സിമം ഒക്കെ എത്ര ഉന്താൻ പറ്റുമോ അത്രയും ഉന്തിയിട്ട് നിൽക്കണം. എന്നിട്ട് നമ്മളെ ഈ സ്ക്രീൻ ഇങ്ങനെ ഇതുണ്ടല്ലോ, ഇത് അത് നല്ല താഴേക്ക് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് നിൽക്കണം. മാക്സിമം എത്ര പോകുമോ സ്റ്റെക്ക് ആവണ വരെ സ്ക്രോൾ ചെയ്തിട്ട് എൻഡർപേളിൽ ഇടുക. ആദ്യം നിൽക്കിട്ട് തുടങ്ങട്ടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉന്തി നിന്നിട്ട് നമ്മളെ കയ്യിലുള്ള റെസ്റ്റോൺ ടോർച്ച് ഉണ്ടല്ലോ, അത് രണ്ടെണ്ണം നമ്മളെ ഇൻവെൻട്രിക്കകത്ത് വേണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വർക്കാവില്ല. രണ്ടെണ്ണം ഇൻവെൻട്രിക്കകത്ത് എപ്പോഴും ഉണ്ടാവണം. നമ്മൾ ഹോട്ട് ബാറില്ലേ അതിൽ വെച്ചിരിക്കണം. എന്നിട്ട് നമ്മൾ ആ ചങ്ക് അൺലോഡ് ചെയ്യണം. മാക്സിമം എത്ര ദൂരം പോകാൻ പറ്റും അത്ര ദൂരം പോവുക. നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു എക്സ്പ്ലോറിന് പോയിട്ട് ഒരു 10,000 ബ്ലോക്ക് ദൂരം ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ തിരിച്ച് ടെലിപ്പോർട്ട് ആവാൻ പറ്റും. ഇത് മാക്സിമം ഞാൻ ഇപ്പോൾ ഇത്രയും വന്നിട്ടുണ്ട്. ഓ നോ, എൻ്റെ ഫോണിൽ 5% ഉള്ളൂ. വേഗം തോന്നുന്നു ചെയ്യട്ടെ. മാക്സിമം എത്ര വരാൻ പറ്റും അത്ര വരെ. ഞാൻ ഇപ്പോൾ ഇത്ര വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ അൺലോഡായിരിക്കണ്. ഈ ടോർച്ച് വേഗം പ്ലേസ് ചെയ്യുക. അപ്പോൾ കണ്ട നേരെ ടെലിപ്പോർട്ട് ചെയ്യണ്ട. ഇതാണ് സംഭവം. അതാണ് പറഞ്ഞത്. ഇത് നെതറിൽ വർക്കാവുന്നുണ്ട്, ഓവർവേൾഡിൽ മാത്രമേ വർക്കാവുള്ളത്. അപ്പോൾ ഓവർവേൾഡിൽ ഇത് ഏത് കൊല്ലത്താണെങ്കിലും നിങ്ങളുടെ ഇത് ബേസിക്ക് തിരിച്ചെത്തും. അപ്പോൾ അതാണ് ആ മെക്കാനിസം. പിന്നെ ഇവിടെ ഒരു ചെറിയ ലാവ ഫാമൊക്കെ ഉണ്ട്. ഇത് ബെഡ്റോക്കിൽ മാത്രമേ വർക്കാവുള്ളൂ. ജാവയിൽ വർക്കാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇത് ഉണ്ടാക്കാൻ സിമ്പിൾ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. എനിക്കറിയില്ല. ഉണ്ടാക്കണമല്ല, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ സംബന്ധിച്ചാൽ മേലെ ഒരു ബക്കറ്റ് പോലെ ഉണ്ടാക്കണം ബ്ലോക്ക് വെച്ചിട്ട്. എന്നിട്ട് അതിന് നടുക്ക് ലാവ വയ്ക്കണം. ഒരു ടിപ്സ്റ്റോൺ വെക്കണം. ആ ടിപ്സ്റ്റോണിൻ്റെ അടിയിലൊരു കോൾഡ്രിന് വെക്കണം. അപ്പോൾ ആ ലാവനെ ഇറ്റിട്ട് കോൾഡ്രിൻ അറിയും. അങ്ങനെയാണ് ഇത് വർക്കാവണത്. അപ്പോൾ ഇന്നത്തെ ഗോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പണിയുണ്ട്. ഗോൾ എന്താണെന്ന് വെച്ചാൽ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ ആവണം. അതായിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് 11 ലെവൽ ഉണ്ടാക്കണം. മറ്റേ ഫെദർ ഫാളിങ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഫസ്റ്റത്തെ ഗോൾ നമ്മളെ. അത് ആഡ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫാം ഉണ്ടാ ഇവിടെ ഫുള്ള് ക്യാരറ്റായിരുന്നു. അപ്പോൾ സൂപ്പർ സ്മെൽറ്റുള്ള കാരണം ഇവിടെ പൊട്ടാറ്റൊക്കെ ഇട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് സ്മെൽറ്റ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഫുഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ഫുള്ള് പൊട്ടാറ്റോ ആക്കണം. നമ്മളത് ബോൺമീലൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ആ ഫാം ലാൻഡ് മൊത്തം പൊട്ടാറ്റോ ആക്കണം. പിന്നെ ഇവിടുത്തെ മൂന്നാമത്തെ കുളം എന്ന് വെച്ചാൽ ഇവിടെ പംകിൻ ഫാം ഉണ്ടാവും. ഇത് നമുക്ക് ഇവിടുന്ന് ഫുള്ള് കളയണം. ഇതിപ്പോൾ നമുക്കിപ്പോൾ തീരെ യൂസ് ആവണില്ല. നമ്മളിപ്പോൾ അത്യാവശ്യം മറ്റേ അയൺ ഫാം ഉണ്ടാക്കിയോണ്ട് അതിന്ന് അയൺ ഇട്ടിട്ടാണ് ഇപ്പോൾ എമറാൾഡ് ഒപ്പിക്കണത്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഉണ്ടാക്കി ഈ അടുത്ത എപ്പിസോഡിൽ കളഞ്ഞെന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ കാണാം. പക്ഷേ ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ കുറേ ദിവസമായിരിക്കണം, ഒരു 1-2 ആഴ്ചയായി തോന്നുന്നു. അപ്പോൾ പംകിൻ ഫാം അങ്ങനെ ഇരിക്കണേ. ഞങ്ങൾ തിരിഞ്ഞ് നോക്കിയിട്ടും കൂടിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് അതൊന്ന് കളയണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഷുഗർ കെയിൻ ഫാം ഉണ്ട്, അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോറേജ് സിസ്റ്റം അല്ലേ, സ്റ്റോറേജൊക്കെ ഒന്നും കൂടി നമുക്ക് എന്താ പറയുക വലുതാക്കണം. വലുതാക്കാൻ മീൻസ് കുറച്ചും കൂടി ചെസ്റ്റൊക്കെ വെച്ചിട്ട് ഇതാക്കണം. പിന്നെ അത് പോരാത്തതിന് നമുക്കൊരു ചെറിയൊരു കുടിൽ പോലെ ഉണ്ടാക്കണം. ഇവിടെ ഒരു സെറ്റപ്പ് വരെ ഉണ്ടാക്കണം കുറച്ച് ബ്ലോക്കൊക്കെ വെച്ചിട്ട്. നമ്മളിപ്പോൾ ഈ ചെസ്റ്റിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണ്ടി തുറന്ന് നിൽക്കുമ്പോഴോ ആയിരിക്കും ബാക്കിൽ ക്രീപ്പർ വന്നിട്ടുണ്ട് പൊട്ടിത്തെറിക്കുക. അപ്പോൾ അതെന്തെങ്കിലും ആക്കണം. പിന്നെ അവിടെ അല്ലാതെ ചില്ലറ പണികൾ ഇവിടെ കുറച്ച് ക്ലീനപ്പൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം ആദ്യം നമുക്ക് പൊട്ടാറ്റോയുടെ കാര്യത്തിന് സ്റ്റാർട്ട് ചെയ്യാം. പൊട്ടാറ്റോയുടെ മുന്നേ നമുക്ക് ഈ ബൂട്ടിലൊന്ന് ഫെദർ ഫാളിങ് ആഡ് ചെയ്യണം. അത് ഫസ്റ്റ് ആഡ് ചെയ്യുന്ന.
ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പൊട്ടാറ്റോയുടെ പണി നോക്കാം. നമുക്ക് ആദ്യം ബോൺ മീൽ വെച്ചിട്ട് ഈ പൊട്ടാറ്റോ ഫുള്ള് ബോൺ മീൽ ചെയ്യണം. എന്നിട്ട് ഈ ബോൺ മീൽ ചെയ്ത പൊട്ടാറ്റോ ഫുള്ള് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് വീണ്ടും തിരിച്ചു വരണം. ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിത് ചെയ്യണതിൻ്റെ ചെറിയൊരു ടൈം ലാപ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സമയം കഴിഞ്ഞ് നമുക്കപ്പോൾ അടുത്ത വേഗം പണി തീർക്കാം നമുക്ക്. അപ്പോൾ അടുത്ത പണി എന്ന് വെച്ചാൽ ആ പംകി ഫാം റിമൂവ് ചെയ്യുക. അതും ഇതുപോലെ ചെറിയൊരു ടൈം ലാപ്സ് വേണം. അല്ല, ടൈം ലാപ്സ് വേണ്ട, കുറേ സമയം എടുക്കും അത്. എന്നാൽ പിന്നൊരു കാര്യം ചെയ്യുക, അത് റിമൂവ് ചെയ്തിട്ട് അവിടെ ഫുള്ള് കളഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ വരുന്നത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഒരുപാട് സമയമെടുത്ത് ഇതൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ആക്സിൽ എഫിഷ്യൻസി 5 ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്ത് ആക്സിൽ എന്നിട്ട് പിന്നെ ആക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യണ നേരം കൊണ്ട് ഇവിടെ ലാഭ വന്നിട്ടുണ്ട്. ഇത് മെല്ലെ പിന്നെ വരുള്ളൂ. എനിക്ക് പിന്നെ ചെറിയൊരു ജലദോഷമാണ്. ഞാൻ ഏതെങ്കിലും എപ്പിസോഡിലൊക്കെ വയ്യാതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാളാവോ. അപ്പോൾ അടുത്ത പണി വേഗം നോക്കാം, ഈ ഷുഗർ കിങ് ഫാം ഒന്നും ഉണ്ടാക്കാൻ. അപ്പോൾ ആക്കണതിന് മുന്നേ ഇതങ്ങോട്ട് ആക്കാൻ വേണം. ഇവിടെയുള്ള വെള്ളം കണ്ടില്ലേ, അതിൻ്റെ മേലെ സ്ലാബ് വെക്കണം. വാട്ടർ ലോക്ക് ചെയ്യണം ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടി നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും. അപ്പോൾ ഇതും ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇതാ വരുന്നത്. ഇതും വലിയൊരു പണി തന്നെ ആയിരിക്കും. വീണ്ടും ഒരുപാട് സമയം കഴിഞ്ഞു. അവസാനം ഷുഗർ കെയിൻ ഫാം നമ്മളെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല വലുതാണിതിപ്പോൾ. അപ്പോൾ ഷുഗർ കെയിൻ ഇത്ര ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഡ്രാഗനൊക്കെ ഒന്നുണ്ടെങ്കിൽ പിന്നെ ഏലക്ട്രൊക്കെ എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ റോക്കറ്റ് ഉണ്ടാക്കാൻ പേപ്പർ വേണം. പേപ്പർ മാത്രമല്ല, നമുക്കിതും വേണം, ഇത് മറ്റേ ഗൺ പൗഡറും വേണം. അപ്പോൾ അതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടണം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ഷുഗർ കെയിൻ ഇപ്പോൾ ഇത്ര ആക്കി വെക്കുക. പിന്നെ ഷുഗർ കെയിനിൽ എപ്പോഴെങ്കിലൊക്കെ ആവശ്യം വരും, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയുള്ളത്. പിന്നെ ഉള്ളത് ഇവിടുത്തെ അല്ലറ ചില്ലറ പണിയാണ്. അത് വലിയ കാര്യമൊന്നുമില്ല. ഈ ഗ്ലാസ് ഇതൊക്കെ പൊട്ടിക്കലാണ്. ആ കണ്ണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആണ്ട് തീർന്ന്. പിന്നെ ഏറ്റവും വലിയ പണി വരാൻ പോണത് മറ്റേ എന്താ പറയുക, നമ്മൾ സെറ്റപ്പ് ഉണ്ടാക്കാനാണ്. എന്നിട്ട് സ്റ്റോറേജിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. അത് വലിയൊരു പണി തന്നെയായിരിക്കും. എപ്പിസോഡ് ഇത്ര ആയില്ലേ. ഒരു കാര്യം പറയാൻ മറന്ന്, ഇപ്പോൾ ഇതിൽ ഗെയിമർ തെസി കളിക്കില്ല. ഓന് എപ്പിസോഡിലുണ്ടാവും, കഴിഞ്ഞ എപ്പിസോഡിലത്തെ പോലെ ആവില്ല. ഈ എപ്പിസോഡിലുണ്ടാവും. മറ്റേ ഓനെ കുറച്ച് ഞാൻ വരും, ഓനെ കുറച്ച് ഞാൻ വിളിക്കും. അപ്പോൾ ഓന് കളിക്കാൻ വരും. ഇപ്പോൾ ഓനില്ല, അത്രേ ഉള്ളൂ. ഓന് കുറച്ച് ഞാൻ വരും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കളിക്കും. അപ്പോൾ ഈ വാട്ടറിൻ്റെ അവിടെ നിന്ന് ഒരു ബ്ലോക്ക് ഹൈറ്റ് വിട്ടാൽ ഓക്കെ. അപ്പോൾ അതൊന്നും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ള പണി എന്ന് പറഞ്ഞ പോലെ ഞാൻ എന്തൊക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മറ്റേ ചെറ്റപ്പര ഉണ്ടാക്കാനാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കണല്ലേ. നമുക്കിന്ന് ഗെയിമർ തേഴ്സി വന്നിട്ട് ഉണ്ടാക്കിയാലും മതിയായിരുന്നു. അത് നല്ല പണിയാണ്. അപ്പോൾ കുറച്ച് പണി ഓനെ കൊണ്ട് എടുപ്പിക്കാമായിരുന്നല്ലോ. ഞാൻ ഓനില്ലാത്ത കാരണം മടി പിടിച്ചിരിക്കണേ. എല്ലാത്തിനും എനിക്കൊന്നും ഒറ്റക്കൊന്നും ചെയ്യാൻ. ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്തിയാൽ മടിയായി. ഓനെ ഒന്ന് വിളിച്ചു വെക്കുക, ചിലപ്പോൾ ഓനിപ്പോൾ വരും. അപ്പോൾ എന്നാൽ ഓന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങാം. ഈ എപ്പിസോഡ് അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ടാവും, 10-25 മിനിറ്റൊക്കെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോൾ നമ്മളെ ഗെയിമർ സെൽസ് ചെയ്യുന്നുണ്ട്. ഹലോ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ബാക്കി പണി ചെയ്യുക, വീടുണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിനോട്ട് ചെറിയ ടൈം ലാപ്സ് ഇട്ടിട്ട് വരാം. ആദ്യം റിസോഴ്സസ് ഒക്കെ എടുക്കട്ടെ. അപ്പോൾ അതിന് ചെറിയ ടൈം ലാപ്സ് കിട്ടുക.
ഗൈസ് നമ്മളെ സ്റ്റോറേജ് ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത പണി എന്ന് പറയുന്നത് എന്താണ്, ഒരു വൂൾ ഫാം ഉണ്ടാക്കണം. അപ്പോൾ ഒരു ഷീപ്പിനെ വേണ്ടേ, അപ്പോൾ ലീഡ് എടുക്കണം പോയിട്ട്. അപ്പോൾ ഒന്ന് എടുക്കട്ടെ. ഇവിടെ ബെല്ലൊക്കെ വെച്ചിട്ടുണ്ട്, ഇതടിക്കണം, എന്നിട്ട് തുറന്ന് കയറണം. പിന്നെ തപ്പ ഉള്ള എല്ലാ വേസ്റ്റും വഴി കൊണ്ടുപോയിട്ടോട്ടാ. ഇന്നലെ ഇവിടെ ഷീപ്പ് ഉണ്ടായിരുന്നല്ലേ, കാണാനില്ലല്ലോ ഇപ്പോൾ. ഇവിടുത്തെ ഷീപ്പിനെ കാണാനില്ല. എമർജൻസി ഇപ്പോൾ വരും ഒരു 5 മിനിറ്റ്. അപ്പോൾ ഒരു ഷീപ്പിനെ ഇട്ടിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതായിരുന്നേ അതുകൊണ്ട് നിൽക്കണേ. അവസാനം കിട്ടി, കുറേ സമയം കിട്ടാം. കിട്ടി. ഇനി നമുക്ക് ഉത്സാഹം ഉണ്ടാക്കാൻ തുടങ്ങട്ടെ. ഷീപ്പിനെടുത്തിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഷീപ്പ് ഫാമിന്റെ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിന്റെ തൊട്ട് മുന്നേറ്റം അപ്ഡേറ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റോറേജ് ഇത്തിരി അതല്ല ഈ ഷീപ്പിനെ അവിടേക്ക് എത്തിക്കട്ടെ, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. വരുന്നേ ആ ഷീപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഷീപ്പിനെ കൊണ്ട് കൊണ്ടുവരും ചെയ്ത് ആ ഷീപ്പിനെ വെച്ചിട്ട് നമ്മളൊരു വൂൾ ഫാമും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ വൂളൊന്നും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞ ഗോളിൽ ഈ ഗോൾ മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ. ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.